പ്രിയമുള്ളവരെ, ലോഗോസ് ബൈബിൾ ക്വിസ് 2025 14-ാം എപ്പിസോഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായമാണ് നാം ഇവിടെ കാണുന്നത്. 20 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വചനം പഠിക്കുവാനുള്ള ഈ അവസരത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എഫേസസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ തേജസ് മനസ്സിലാക്കാൻ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളാനും അങ്ങയുടെ തിരഞ്ഞെടുത്ത ജനമായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ പഠനം ഞങ്ങളുടെ വിശ്വാസത്തെ ആഴത്തിലാക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലൂടെയും ഈ ലോഗോസ് ബൈബിൾ ക്വിസ് യാത്രയിലൂടെയും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ തയ്യാറാക്കുകയും ചെയ്യണമേ. ആമേൻ. എഫെസോസ് 1 ഒരു ആമുഖം. എഫെസോസ് 1-ാം അധ്യായം ആരംഭിക്കുന്നത് ആഴമേറിയതും പ്രചോദനാത്മകവുമായ ഒരു ആമുഖത്തോടെയാണ്. വിശ്വാസികൾക്ക് ക്രിസ്തുവിലുള്ള ആത്മീയ വരങ്ങളെ ഊന്നി പറയുന്നു. സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതിന് വിശുദ്ധ പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മെ വീണ്ടെടുക്കുകയും ദൈവഹിതത്തിൻ്റെ രഹസ്യം അറിയിക്കുകയും ചെയ്യുന്ന യേശുവിലൂടെ നമുക്ക് ലഭിച്ച കൃപ ശ്ലീഹ എടുത്തു കാട്ടുന്നു. നമ്മുടെ രക്ഷയുടെ ഉറപ്പായി പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട മക്കളെന്ന നിലയിൽ നാം പങ്കിടുന്ന പ്രത്യാശയും അവകാശവും അധ്യായം അടിവരയിടുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫെസോസിലുള്ള ആർക്കാണ് ലേഖനം എഴുതുന്നത്? ഉത്തരം വിശുദ്ധർക്ക്. എഫെസോസ് 1:1 പൗലോസിലെ എഴുതുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധരെയാണ്. അപ്പോൾ വിശുദ്ധർക്ക് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം. പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചത് എന്തിനാലാണ്? അതിൻ്റെ ഉത്തരം സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും. എഫെസോസ് 1:3 സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലുമാണ് നമ്മെ അനുഗ്രഹിച്ചത്. എഫെസോസ് 1:3. മൂന്നാമത്തെ ചോദ്യം. ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എപ്പോൾ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. എഫെസോസ് 1:4 ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്തത് എന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത ചോദ്യം 4. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് നമ്മളെ ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തത് എന്നതാണ് നാലാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. എഫെസോസ് 1:4 ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരമാണ്. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അഞ്ചാമത്തെ ചോദ്യം. ആര് വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടുമെന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത്? ദത്തെടുക്കപ്പെടും എന്നാണ് ഉത്തരം. യേശു ക്രിസ്തു വഴി. എഫെസോസ് 1:5 യേശു ക്രിസ്തു വഴി എന്നതാണ് അതിൻ്റെ ഉത്തരം. എഫെസോസ് 1:5. ആറാമത്തെ ചോദ്യം. നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് എന്തുവഴി എന്നാണ് എഫെസോസ് 1:7 പറയുന്നത്? നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് എന്തുവഴി എന്നാണ് ഉത്തരം. ക്രിസ്തുവിൻ്റെ രക്തം വഴി എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം വഴി. അടുത്ത ചോദ്യം 7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്ത്? അതാണ് 7-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം പാപമോചനം. എഫെസോസ് 1:7 പാപമോചനം അതാണ് അതിൻ്റെ ഉത്തരം. എഫെസോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. അടുത്ത ചോദ്യം.
8. ക്രിസ്തു തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത്? ക്രിസ്തു തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമർത്ഥമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത് എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം അവിടുത്തെ കൃപ. എഫേസ്യസ് 1:8. അവിടുത്തെ കൃപയാണ് നമുക്ക് ധാരാളമായിട്ട് നൽകിയിരിക്കുന്നത്. എഫേസ്യസ് 1:8. അടുത്ത ചോദ്യം 9. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നതെന്ത്? ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നതെന്ത്? അതിൻ്റെ ഉത്തരം തൻ്റെ പദ്ധതിയുടെ രഹസ്യം. തൻ്റെ പദ്ധതിയുടെ രഹസ്യമാണ് അവിടെ നമുക്ക് വെളിവാക്കി തന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തി തന്നത്. എഫേസ്യസ് 1:9. അടുത്ത ചോദ്യം 10. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് എഫേസ്യസ് 1:10 പറയുന്നത്? കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് എഫേസ്യസ് 1:10 പറയുന്നത്? അതിൻ്റെ ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക എന്നതാണ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുക, അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് പറയാൻ പറ്റുന്നത്. 11. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിൻ്റെ അച്ചാരമെന്ത്? അവകാശത്തിൻ്റെ അച്ചാരമെന്ത് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ അച്ചാരം പരിശുദ്ധാത്മാവ്. എഫേസ്യസ് 1:14. പരിശുദ്ധാത്മാവ്. എഫേസ്യസ് 1:14 നമ്മളത് കാണുന്നത്. അടുത്ത ചോദ്യം എഫേസ്യസ് 1 അനുസരിച്ച് ദൈവം ക്രിസ്തുവിനെ എവിടെയാണ് ഇരുത്തിയത്? ദൈവം ക്രിസ്തുവിനെ എവിടെയാണ് ഇരുത്തിയത് എന്നതാണ് അടുത്ത ചോദ്യം. സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത്. സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത്, അതാണ് അതിൻ്റെ ഉത്തരം. സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത്. 12ാമത്തെ ചോദ്യമാണത്. 13. ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ സഭയെ എഫേസ്യസ് 1 എന്താണ് വിളിക്കുന്നത്? ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ സഭയെ എഫേസ്യസ് 1 എന്താണ് വിളിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമെന്ന്. എഫേസ്യസ് 1:23. ക്രിസ്തുവിൻ്റെ ശരീരമെന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ കാണുന്നത് എഫേസ്യസ് 1:23 ക്രിസ്തുവിൻ്റെ ശരീരം. 14ാമത്തെ ചോദ്യം എഫേസ്യസുകാർക്ക് ദൈവം എന്ത് പ്രദാനം ചെയ്യട്ടെ എന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? പൗലോസ്ലീഹ പ്രാർത്ഥന എഴുതുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതിൽ എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. എഫേസ്യസ് 1:17. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകട്ടെ എന്നാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ചോദ്യം 15. പൂരിപ്പിക്കുക. സഭ അവൻ്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ ഡാഷ് അവിടെ പൂരിപ്പിക്കാനാണ്. എഫേസ്യസ് 1:23 അനുസരിച്ച്. അതിൻ്റെ ഉത്തരം പൂർണ്ണതയുമാണ്. പൂർണ്ണതയുമാണെന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്ന പൂരിപ്പിക്കാനായിട്ടുള്ള ഭാഗം. പൂർണ്ണതയുമാണ്. അടുത്ത ചോദ്യം 16. എന്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ എഫേസ്യസ് 1:16 പറയുന്നത്? എന്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്നാണ് പൗലോസ്ലീഹ എഫേസ്യസ് 1:16 പറയുന്നത്? ഉത്തരം എഫേസ്യസുകാരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന്. എഫേസ്യസുകാരെ പ്രതി ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. അടുത്ത ചോദ്യം 17. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. എഫേസ്യസ് 1:20. സമാന വാചകം ഏത്? സമാന വചനഭാഗം ഏത്? സങ്കീർത്തനം 110:1. സങ്കീർത്തനം 110:1. അതാണ് ഇതിന് സമാനമായ വചനഭാഗം. അടുത്ത ചോദ്യം 18. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി ആർക്കാണ് അവകാശമായിരിക്കുന്നത്? യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി ആർക്കാണ് അവകാശമായിരിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം വിശുദ്ധർക്ക്. എഫേസ്യസ് 1:18. വിശുദ്ധർക്കാണത് നമ്മൾ ഇങ്ങനെ അവർക്കാണ് നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം 19. പൗലോസ്ലീഹ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം എവിടെ വെച്ച് എഴുതിയതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? പൗലോസ്ലീഹ എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം എവിടെ വെച്ചാണ് എഴുതിയത് എന്നതാണ് പൊതുവെ കരുതപ്പെടുന്നത്? ഉത്തരം റോമായിൽ. ആമുഖം കാണുക. ആമുഖ ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട്. റോമായിൽ വെച്ചാണ് എഴുതിയെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അടുത്ത ചോദ്യം 20.
അവസാനത്തെ ചോദ്യമാണ്. പൗലോസ്ലീഹ തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ എത്ര വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട്? എഫേസോസ് കേന്ദ്രമാക്കി എത്ര വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര നാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം. 3 വർഷത്തോളം. ആമുഖത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട്. 3 വർഷത്തോളം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് എഫേസോസുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചോദ്യം അവസാനിച്ചു. അടുത്തതൊരു വചനമാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. എഫേസോസ് 1:13 നമ്മൾ കാണുന്നത്. ഇതൊരു വചനഭാഗമാണ്. നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നുറുങ്ങുകളാണ്. ക്രിസ്തുവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടതും ക്ഷമിക്കപ്പെട്ടതും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും സ്നേഹിക്കപ്പെട്ടതുമായ തങ്ങളുടെ വ്യക്തിത്വം സ്വീകരിക്കാൻ എഫേസോസ് 1 വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാം ക്രിസ്തുവിൽ അംഗീകരിക്കാനും നമ്മുടെ വാഗ്ദത്ത അവകാശത്തിൻ്റെ പ്രത്യാശയോടെ ജീവിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ ശാശ്വതമായ പദ്ധതിയിൽ ആശ്രയിക്കാൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയും രക്ഷയുടെ ഉറപ്പും ആയതിനാൽ ജ്ഞാനം തേടാനും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ശക്തി, ഉദ്ദേശം, മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ഗ്രാഹ്യത്തിൽ വളരാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. Thank you for tuning in. May God bless us all. This is Joseph signing off for JJ Logos 316. Till we meet again. Meanwhile, continue to subscribe the channel if you have not done. Also, share it with your friends and relatives and other contacts. We have crossed 1000 subscription already. Thank you so much for everything. May God bless us all. That is my prayer for each one of us. Thank you once again.